സുഡാനിലെ ദാരിദ്ര്യവും വരൾച്ചയും ലോകത്തോട് വിളിച്ചു പറഞ്ഞ കഴുകനും പെൺകുട്ടിയും എന്ന ചിത്രത്തിന് പിന്നിൽ ലോകത്തെ കരയിച്ച ഒരു ഫോട്ടോഗ്രാഫറുടെയും ഫോട്ടോയുടെയും കഥയുള്ളത് ഒരുപാട് പേർക്കറിയാം. എത്ര ത്യാഗം സഹിച്ചും അത്ഭുതങ്ങൾ മാത്രം തൻ്റെ ക്യാമറയിൽ പതിപ്പിച്ച കെവിൻ കാർട്ടർ എന്ന ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം സമ്മാനിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യം വിധിക്കുകയും ചെയ്ത ഒരു ചിത്രമായിരുന്നു ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ. കൊടും പട്ടിണിയുടെയും മരണത്തിൻ്റെയും ഭീകരത തളം കെട്ടി നിൽക്കുന്ന ദക്ഷിണ സുഡാനിലെ അയോഡിലെ മനുഷ്യരുടെ അവസ്ഥ ദാരിദ്ര്യത്തിൻ്റെ പച്ചയായ മുഖം തുറന്നു കാട്ടിയിരുന്നു. ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന UN പദ്ധതിയിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ഫോട്ടോ ജേർണലിസ്റ്റായ കാർട്ടറിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനും വളരെ സന്തോഷമായിരുന്നു. ആഭ്യന്തര യുദ്ധം മൂലം ജനം നരകയാത്ര അനുഭവിച്ചിരുന്ന സുഡാനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ളതായിരുന്നു ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന UN പദ്ധതി. സുഡാനിലെ അവസ്ഥ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് ഒപ്പം ഫോട്ടോ ജേർണലിസ്റ്റുകളെയും ക്ഷണിച്ചിരുന്നു. ലൈഫ് ലൈൻ സുഡാനിൽ അംഗമായിരുന്ന റോബർട്ട് ഹാർട്ട്ലിയാണ് ജോവ സിൽവയോടും കെവിൻ കാർട്ടറോടും യാത്രയുടെ കാര്യം പറഞ്ഞത്. കാർട്ടറും സിൽവയും ഇതൊരവസരമായി കണ്ട UN സംഘത്തിനൊപ്പം ചേർന്നു. അങ്ങനെ UN സംഘം ഹാർട്ട്ലി കാർട്ടറെയും സിൽവയെയും തങ്ങളുടെ പോരുന്നതിന് ക്ഷണിച്ചു. ഭക്ഷണം വിതരണം ചെയ്യാനുള്ള 30 മിനിറ്റ് മാത്രമേ അവിടെ ചെലവഴിക്കാനാവുകയുള്ളൂ എന്ന മുന്നറിയിപ്പും UN സംഘം നൽകി. എന്ത് ത്യാഗം സഹിച്ചും ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിന്ന വ്യക്തിയായിരുന്നു കെവിൻ കാർട്ടർ. ഗറില്ല പോരാളികളുടെ ഫോട്ടോ എടുക്കുന്നതിനായി സിൽവ പോയപ്പോൾ കെവിൻ ഭക്ഷണ വിതരണ ക്യാമ്പിലേക്ക് ഓടിയെത്തിയ പട്ടിണി കോലങ്ങളായ സുഡാനികളുടെ ചിത്രങ്ങളെടുത്തു. പട്ടിണിയുടെയും മരണത്തിൻ്റെയും ദയനീയമായ അവസ്ഥ കണ്ട് മനം മടുത്ത കെവിൻ ഏതാനും ക്ലിക്കുകൾക്ക് ശേഷം ക്യാമ്പിലേക്ക് മടങ്ങാനൊരുങ്ങവേ ഒരു കരച്ചിൽ കേട്ടു. ആ ഭാഗത്തേക്ക് ചെന്ന കെവിൻ കണ്ടത് കൊടും വെയിലത്ത് തല കുമ്പിട്ട് കൂനിക്കൂടി നിലത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ശരീരത്തിലെ എല്ലുകൾ പുറത്തേക്ക് ഉന്തി നിന്നിരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത കുട്ടി ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് നിരങ്ങി നീങ്ങുകയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ മനുഷ്യക്കുഞ്ഞാണോ എന്ന് തോന്നും വിധം ദയനീയമായിരുന്നു ആ കാഴ്ച. കെവിൻ കുട്ടിയുടെ അടുത്തേക്ക് നീങ്ങിയതും ഏറെ അകലെ അല്ലാതെ ഒരു ശവം തീനി കഴുകൻ പറന്നിറങ്ങി. പുറകിൽ ആ കുട്ടിയുടെ മരണം കാത്തു നിൽക്കുന്ന കഴുകൻ. ചിത്രമെടുത്ത ശേഷം തങ്ങൾക്ക് കിട്ടിയ 30 മിനിറ്റ് അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്നും മടങ്ങി. പിന്നീട് ആ ചിത്രം ന്യൂയോർക്ക് ടൈംസിൽ അച്ചടിച്ചു വന്നു. തൻ്റെ ചിത്രത്തെ ലോകം മുഴുവനും വാഴ്ത്തുമെന്ന് കരുതിയ കാർട്ടറിന് തെറ്റി. ന്യൂയോർക്ക് ടൈംസിൽ ഫോൺ വിളികൾ വന്നുകൊണ്ടേയിരുന്നു. ചിത്രത്തിലെ പെൺകുട്ടിക്ക് എന്ത് പറ്റി എന്നതായിരുന്നു എല്ലാവരുടെയും ആശങ്ക. അവർ പ്രതീക്ഷിച്ച ഒരു മറുപടി അല്ലാത്തതിനാൽ എല്ലാവരും കാർട്ടറിനെ കുറ്റപ്പെടുത്തി. പക്ഷേ ആ ചിത്രം ലോകത്തെല്ലായിടത്തും വളരെ പ്രശസ്തമായി. തുടർന്ന് 1994 അദ്ദേഹം എടുത്ത ചിത്രത്തിന് പുലിറ്റ്സർ പുരസ്കാരവും ലഭിച്ചു. ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കേണ്ട അവാർഡ് തകർന്ന മനസ്സുമായിട്ടാണ് കാർട്ടർ ഏറ്റുവാങ്ങിയത്. പിന്നീട് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഒരാളുടെ ചോദ്യം കാർട്ടറിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയാവോ എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചത്. അതിനുത്തരമായി കാർട്ടർ ഇങ്ങനെ പറഞ്ഞു: അറിയില്ല, എനിക്ക് വിമാനത്തിനുള്ള സമയമായതുകൊണ്ട് അവിടെ നിന്നും തിരികെ പോന്നു. അടുത്ത ചോദ്യം ഇതായിരുന്നു: അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാർട്ടർ മറുപടി പറഞ്ഞു. ഉടനെ അവതാരകൻ പറഞ്ഞു: അല്ല, അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒരു കഴുകന്റെ കയ്യിൽ ക്യാമറയും. ആ ഉത്തരം ഒരു മൂർച്ചയേറിയ കത്തി കൊണ്ട് തൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കിയതുപോലെ കാർട്ടറിന് തോന്നിക്കാണണം. മനസ്സ് മരവിച്ച അദ്ദേഹം ലോക മനസാക്ഷിയുടെ മുന്നിൽ ഒരു വലിയ പാപിയായി ചിത്രീകരിക്കപ്പെട്ടു. ഒരു മനുഷ്യത്വമില്ലാത്തവനായി തന്നെ ഈ ലോകം കണ്ടു എന്നതിൻ്റെ കുറ്റബോധം താങ്ങാനാകാതെ തൻ്റെ 33-ാം വയസ്സിൽ കാർട്ടർ ആത്മഹത്യ ചെയ്തു. കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറെ ലോക പ്രശസ്തനാക്കിയതും ആത്മഹത്യയിലേക്ക് വഴി നയിച്ചതും ഒരേ ഒരു ഫോട്ടോയാണ്. ജീവൻ നിലനിർത്താൻ പൊരുതുന്ന കുഞ്ഞും പട്ടിണി കോലമായ കുരുന്നിൻ്റെ അന്ത്യനിമിഷത്തിനായി കാത്തിരിക്കുന്ന കഴുകനും. ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ ആവാഹിച്ച ചിത്രം ജീവിതത്തിൻ്റെ വേദനയെല്ലാം സന്തോഷങ്ങളെയും മറികടക്കുന്നു. കൊലപാതകങ്ങളുടെ, മരണത്തിൻ്റെ, മൃതശരീരങ്ങളുടെ, പട്ടിണി കിടക്കുകയും മുറിവേൽക്കപ്പെടുകയും ചെയ്ത കുട്ടികളുടെ ഓർമ്മകൾ, അവയെല്ലാം എന്നെ വേട്ടയാടുന്നു. കെന്നിനടുത്തേക്ക് ഞാൻ പോകുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ കെന്നുമായി ഒത്തുചേരാം. ആത്മഹത്യാക്കുറിപ്പിൽ കെവിൻ കുറിച്ചിട്ടു. ദക്ഷിണ സുഡാനിൽ നിന്ന് പകർത്തിയ ചിത്രമായിരുന്നു കെവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം. എത്ര ത്യാഗം സഹിച്ചും തൻ്റെ ക്യാമറയിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഫോട്ടോസ് മാത്രം പകർത്തിയ കാർട്ടർ എടുത്ത കഴുകനും പെൺകുട്ടിയും ഇന്നും സുഡാനിലെ പട്ടിണിയും ദാരിദ്ര്യവും എത്രമാത്രമാണെന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഫോട്ടോയും കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫറുടെ മരണവും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും.